ലീല ടിപ്സ് ആൻഡ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടകത്തിലേ കഞ്ഞി ഇതൊക്കെ തിന്നാന്നായിരുന്നു പ്ലാൻ. പക്ഷെ തിന്നു വന്നപ്പം മടുത്തു. കഞ്ഞി അതുമൊക്കെ മടുത്തത് കൊണ്ടല്ല, ശരിക്കും വൈകുന്നേരം കഴിക്കാൻ കടയിൽ പോയപ്പോ കുബൂസ് ഇരിക്കുന്നുണ്ട്. അത് കൂട്ടി 2 പാക്കറ്റ് വാങ്ങിച്ചോണ്ട് വന്നതാ. അപ്പൊ ഇവിടെ വന്നപ്പം ഇന്നലത്തെ ചിക്കൻ ഷവർമ ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരു ചെറിയ ഷവർമ ഉണ്ടാക്കി തരാം എന്ന് വിചാരിച്ചാ മടുത്തിട്ടൊന്നുമല്ല, ഇതെന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. കർക്കിടകത്ത് ഇതൊക്കെ മതി ഇനി. ഓ, ഇന്ന് റോളൊന്നും ഇല്ല, ഇന്ന് പുതിയ ഇതൊക്കെയാ. അതുകൊണ്ട് ഇന്ന് വലിയ പിടിപാടില്ലാത്ത പരിപാടിയാ. ഞാൻ ഇന്ന് പകലിവിടെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതെല്ലാം വന്ന് മടുത്തു. ഇനി എനിക്ക് പറ്റിയ പകല് തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം ഫുള്ള് റെസ്റ്റ് എടുക്കാൻ. ഈ മിറ്റം മുഴുവനും തൂത്തു, 1 ഏക്കർ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ വീട്ടിലെ പണിയൊക്കെ ആരാ ചെയ്തേ? ചേച്ചിമണക്ക് തൂത്തുവാരിച്ച മിറ്റം 1 ഏക്കർ തൂക്കണം, കഴിക്കങ്ങോട്ട് പിന്നെ ഉണ്ടാക്കി ഞാൻ തിന്നു. അപ്പൊ നമ്മുടെ അത് തന്നെ വലിയൊരു ജോലിയാ, തന്നെ ഉണ്ടാക്കി തീരും. പച്ചക്കറിയൊക്കെ തക്കാളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, സവോള ഇതെല്ലാം നമുക്ക് ക്യാബേജ്. അപ്പോഴേ അച്ചമ്മച്ചി അരിയാന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് ഇതിൻ്റെ അകത്ത് പച്ചമുളക് അച്ചമ്മച്ചി അരിഞ്ഞോ, തക്കാളി അച്ചമ്മച്ചി അരിഞ്ഞോ, പിന്നെ പറ്റുന്നൊന്നും നിനക്ക് വേണ്ടല്ലേ. ബാക്കിയൊക്കെ അരിയാൻ സുഖമാ, ചുമ്മാ വരഞ്ഞങ്ങ് വിടാം. അത് അങ്ങനെയല്ല, ചെറുതായിട്ട് ഇത് പിരിവിലരിയാനല്ലേ, ഇച്ചിരി നീളത്തിലടാ. അങ്ങനെ മുറിക്കണ്ട, ഒന്നെടുത്ത് വയ്യ, ഒന്നരിയാ. ഇങ്ങനെയാണോ? ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നും കൂടി ഇങ്ങനെയാണോ? എന്നതാ ഞാൻ കുറച്ച് കാണാം. നമുക്ക് ഞാൻ വേണം എല്ലാം പഠിപ്പിക്കാൻ. കനം കുറച്ച് കനം കുറയ്ക്കണം. നമുക്ക് നല്ലപോലെ പഠിപ്പിച്ചെടുക്കുവാണെങ്കിൽ നോക്കിയിരുന്നു. പിന്നെ ഞങ്ങള് ഷെഫാക്കും, വീട്ടിലെ ഷെഫ്. വീട്ടിലെ ഷെഫാവും. കനം കുറഞ്ഞു, കനം കുറയ്ക്കണം. കിട്ടി. അച്ചമ്മച്ചിയുടെ ശിക്ഷണമാണോ? അതെ, ഞാൻ അങ്ങോട്ടേ ചെയ്തിട്ടും അങ്ങ് ഒക്കുന്നില്ലായിരുന്നു. അപ്പൊ കാണിച്ചു തന്ന്. ഇപ്പൊ ശരിയായി. കുറച്ച് കനം കൂടെ കുറച്ച. ഞാനേ മയോണൈസ് ഉണ്ടാക്കി തരാം, ബാക്കിയൊക്കെ ഉണ്ടായിക്കോണം. ബാക്കി ഇതൊക്കെ ഞങ്ങൾ അരിഞ്ഞു വറക്കി സെറ്റ് ആക്കാം. ഇനി അന്നേരത്തേക്കും എന്റെ പണി മയോണൈസ് മാത്രം. അച്ചമ്മച്ചി അരിഞ്ഞു തരും, കുഞ്ഞി ഞങ്ങക്ക് ഷവർമ ഉണ്ടാക്കി തരും. അതെ ഞാൻ തിന്നായിരിക്കും. അങ്ങനെ നടക്കും. ഇതെന്നെ കനം കുറച്ച് അരിയുന്നതെന്ന് കണ്ടോ? ഞാനൊക്കെ അരിഞ്ഞിട്ട് ഒരു തരത്തിലും ഒത്തില്ല. ആകെ നമുക്കറിയാവുന്നത് ക്യാപ്സിക്കം അറിയാൻ ഇഷ്ടമാ, പിന്നെ സവോള, ക്യാരറ്റ്, ഇത് 2 ഉള്ളൂ വലിയ പിടിപാട്. അത് ഞാൻ അരിഞ്ഞോട്ടെ ഒരു 100 തവണ വെച്ച് തരുന്നില്ല. അതങ്ങനെ മതി, അങ്ങനെ വേണേലും വെക്കാൻ ഷവർമയ്ക്കകത്ത്. അതെനിക്ക് കണ്ടോ, മൂത്തവനോടെ സ്നേഹമുള്ളു. കണ്ടോ, കത്തിക്കറിയാം എനിക്ക് തരണമെന്ന്. ചെറുതായിട്ട് ഒരെണ്ണം മുറിച്ച് തന്നു. ഇവന്മാര് കണ്ണു വെച്ചെന്റെ അരിച്ചില്ല. അച്ചമ്മച്ചീനെ ഉടനെ കൊണ്ടുപോയി ജിമ്മി ചേർക്കണം കേട്ടോ. അതിന്റെ ഒരു വ്ലോഗും എടുക്കണം. അതെ, കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അച്ചമ്മച്ചി പോന്നില്ലേ? അച്ചമ്മച്ചി നീ നിന്റെ ജിമ്മിലെ ട്രെയിനറോട് പറഞ്ഞോ വയോധിക വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത്രോ 21 വയസ്സ് ഈ വർഷം തികയുന്ന അച്ചമ്മച്ചീനെ പറ്റിയാണോ അച്ഛൻ ഇങ്ങനെ പറയുന്നേ? ലാസ്റ്റ് അവിടെ കിടക്കല്ലേ. അമ്മ ഇങ്ങനെ മതിയോ? അമ്മ എങ്ങനെയാണോ ക്യാരറ്റ്? അതാ എനിക്ക് മനസ്സിലാത്ത. എന്നെ ഉദ്ദേശിച്ച എന്നതായിരുന്നു? ചിന്തയോ?
ചിന്തേര് ചിന്തയിടുക എന്ന് പറഞ്ഞാൽ തടിയൊക്കെ പിന്നെ ഉരുപ്പടിയൊക്കെ ഉരുമിയെടുക്കും ഉരുമി. അതിനിതാ ഇനി അതെന്നാ എടാ ആശാരിമാരും തടിയാൽ ഇങ്ങനെ വെക്കുന്നതാണ് പൊടി പോകുന്നത്. നല്ലപോലെ അതാണ് തടി ചിന്തയില്. മിനുസപ്പെടുത്തിയെടുക്കും. സാൻഡിങ്ങും അത് അതും ഇതുമായിട്ട് എന്നാ ബന്ധം? ആ അതോ അത് പണ്ടൊക്കെ ആൾക്കാർ പറയുന്നത് നല്ല ചിന്തയിലിട്ട പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മിനുക്കിയെടുക്കും. അതിന്റെ പൂളല്ല നീ ഇങ്ങനെ പുറത്തെയുള്ള തടിച്ച പൂളുകളെല്ലാം മാറ്റി നല്ല മിനുങ്ങി. അപ്പൊ ഈ അരിഞ്ഞിട്ടേക്കണ പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ ഓർത്ത് അതും ഇതുമായിട്ട് എന്നാ ബന്ധമെന്ന്. അതിനെ ക്ലോസപ്പ് എടുത്ത് ചറ പറ ചുമ്മാ വെട്ടി 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 വെട്ടി. ഞാൻ മുമ്പേ കളിയാക്കിയതുകൊണ്ടാ ഇപ്പൊ കാണിക്കുന്നുണ്ടോ? മുമ്പേ അരിഞ്ഞ് കണ്ടില്ലായിരുന്നു എങ്ങനെയാന്ന്. ഇതാ നമ്മളെ കണ്ണാപ്പിയെ മറ്റേ കുത്തിയിരുന്ന പല്ലിന് അരിയുന്ന പോലെ. ആ ശരിയാ, പല്ല് ഇരുന്ന് തിന്നുന്ന പോലല്ലേ. അവൻ ഇന്ന് പോയിട്ട് വന്നില്ലല്ലേ? ഇല്ല, ഇന്ന് നമ്മള് തുറന്നു വിട്ടിട്ട് പോയതാന്ന് തോന്നുന്നു. അപ്പൊ ഇന്ന് അവൻ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി താമസിക്കോ? ആ നാളെ മിക്കവാറും വരുമായിരിക്കും. ആ അവരും വീട്ടിൽ വന്ന് കേറുകയൊക്കെ ചെയ്തായിരുന്നു. അതെല്ലേ, എന്നാ ഇനി ആ വഴി പോയി കാണും. ആ അല്ലേ, ചിലപ്പോ നാളെ വരുമായിരിക്കും. നോക്കാം. ആ ചിലപ്പോ രാത്രിന്റെ അവിടുന്ന് മറ്റേ കറണ്ട് സൗണ്ട് വരും. അത് മിക്കവാറും മറ്റൊരു വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ആ നീ ഏതാടാ ചോദിക്കും. ഇത് ഞാൻ ഓരോന്ന് അല്ലല്ലേ ഇട ഉണ്ടാക്കും. ഓരോന്നോരോന്ന് അരിയുമ്പോ ഇങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ തിരിച്ചു. ഞാൻ ഇങ്ങനെ ഇതുണ്ടാക്കും, ഇട ഉണ്ടാക്കി ഓരോന്ന് നല്ല കാണാൻ ഭംഗിക്ക് വെക്കുക. ആ തക്കാളിയും കൂടെ ഉണ്ട്. നീ തന്നെ കുബൂസെല്ലാം ചൂടാക്കി എടുക്കുമോ? ഇതാകുമ്പം എളുപ്പപ്പണിയാണല്ലോ അല്ലേ? അപ്പോഴേ പച്ചക്കറി എല്ലാം അച്ചമ്മച്ചി അരിഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ പച്ചക്കറിയും ഞാനും അച്ചമ്മച്ചിയും കൂടെ സ്ഥലമൊക്കെ ഉണ്ടാക്കി അരിഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷവർമ മേക്കിങ്ങിലേക്ക് കടക്കാം അമ്മേ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ആദ്യം കുബൂസിൻ്റെ മണ്ടയിലോട്ട് മയോണൈസ് വെച്ച് കൊടുക്കാം. ഇന്ന് മറ്റേ റോളല്ല കേട്ടോ, റോൾ ഷവർമ അല്ല, പ്ലേറ്റ് ഷവർമ. അറിയാവോടെ? പിന്നെ അമ്മ പറഞ്ഞു തരുന്നു, ഞാൻ ഉണ്ടാക്കുന്നു. ഇനി എന്നാ എല്ലാത്തിലും തേച്ചോ, വെറുതെ കളയണ്ടല്ലോ. അച്ചമ്മച്ചിക്ക് വേണ്ട മയോണൈസ്? ഞാൻ മയോണൈസ് ഇതുവരെ തിന്നിട്ടുണ്ട്, ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമില്ല. ഇന്ന് ശകലം വെച്ച് നോക്കാം. ഇച്ചിരി തേച്ചാ മതി. അത് ഓർത്തോണം ഇതെടുക്കാം. തിന്ന് രുചി നോക്കട്ടെ. മയോണൈസ് ഒരെണ്ണം കൂടെ തേക്കാനുള്ളതുണ്ട്. ഏറെ വയ്യ. അല്ല ഇനിയും വെക്കണ്ടേ? ഇത് മണ്ടയിൽ അത് മണ്ടയിലല്ലേ തേക്കായിരുന്നു. ആ ചമ്മച്ചി കുറച്ചു മതി. അതെ വെച്ചേരങ്ങോട്ടെ. ബാക്കി മുഴുവൻ ഇനി തേക്കാനിരിക്കുമല്ലേ ഇവിടെ? കുറച്ച് ഞാൻ എന്നേലൊക്കെ കണക്കുണ്ടെന്ന് ഓർത്ത് അമ്മ പറഞ്ഞ അത്തപ്പൂ പോലെ വാരിയിട്ടോളെ. അപ്പൊ നമുക്ക് നടുക്ക് ഇവൻ തന്നെ വാരിയിടാൻ ഇന്നെങ്കിലും തീറ്റ നടക്കുമല്ലോ, അതുകൊണ്ട് കൊച്ചും കൂടെ വാരിയിട്ട. അതെ ഇട്ടോ, അങ്ങോട്ടങ്ങോട്ട് ഇട്ടോ. വാടാ കുറച്ച് തക്കാളി. എന്റെ അത്തപ്പൂ ഞാൻ ആദ്യം ഇതായിടുന്നത്. ആ ബാക്കി വരുന്ന പച്ചക്കറി എല്ലാം കൂടെ നാളെ നമുക്ക് തോരൻ വെക്കാവേ. ഇതെല്ലാം ഇപ്പൊ പച്ചക്കറി തീറ്റിക്കാനുള്ള ഇടപാടാ. ഇപ്പൊ കൂടുതലാന്ന് തോന്നുന്നു അരിഞ്ഞു വന്നപ്പോ. ഇത് കൂടുതലാ അല്ലേ? നാളത്തെ സ്പെഷ്യൽ കറി പച്ചക്കറി എല്ലാം. അച്ചമ്മച്ച എന്നാന്നറിയോ അതിനകത്ത് ആദ്യം നിറയ്ക്കുന്നത്? സ്വന്തം പാത്രം. ക്യാബേജ് ഇല്ലാതെ. ക്യാബേജ് ഇഷ്ടമല്ല, മയോണൈസ് ഇഷ്ടമല്ല. തക്കാളി ഇഷ്ടമാണ്. ആ തക്കാളി ഇഷ്ടമാണ്.
അപ്പൊ എല്ലാം റെഡിയായില്ലേ? ഇനി ഇതിന്റെ നടുക്ക് ചിക്കനും കൂടെ വരേ. ചിക്കൻ ഫ്രൈ ആക്കി എടുത്തതാണ്, എന്നിട്ട് ചെറിയ പീസാക്കി എടുത്തതാ. സോസ് ഇഷ്ടമില്ലാത്തവരുണ്ടോ? സോസ് അച്ചമ്മച്ചി ഞാൻ അച്ചമ്മച്ചിയുടെ അതിനകത്ത് മാത്രം ചിക്കൻ എടുത്തു. നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വെച്ചു. എനിക്കുള്ളത് ഞാൻ റെഡിയാക്കി. അത് എനിക്കുള്ള ഞാൻ റെഡിയാക്കി. എനിക്ക് വിശക്കുന്നു. പച്ചമുളക് ആയിരുന്നു ഞാൻ ഇവിടെ വെച്ചു. അതിനകത്ത് എല്ലാം അതിനകത്തുണ്ട്. ക്യാപ്സിക്കം പച്ചമുളകും കൂടെ മിക്സഡാ കാണുന്നില്ല. മതിയുടെ ഇരിക്കട്ടെ. ഒഴിക്കട്ടെ സോസ് നിനക്ക്. അല്ല എനിക്ക് വേണമെന്നില്ല, കുറച്ച് മതി. അതിനെ പറ്റി എനിക്ക് വലിയ ഇഷ്ടമല്ല. മതി മതി മതി. ഇപ്പൊ എല്ലാം ആയല്ലേ? ആ ചിക്കനും അതുമാതിരി ഇതിലും കൂടെ വെച്ചേടാ. കഴിച്ചേക്കാം. നിക്ക്, ഇനിയുണ്ട് പണി. ആ എന്നിട്ട് ഇപ്പൊ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ അവൻ അടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. അതെ, ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് ബാക്കി വന്നിരിക്കുന്ന അതെ, ബാക്കി എങ്ങനെ ബാക്കി വന്നു? ക്ഷമയില്ല, ക്ഷമ. അല്ല ബാക്കി വന്നത്. അപ്പൊ ഇതവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. മയോണൈസ് ബാക്കി വന്നോണ്ട് നമുക്ക് മണ്ടേനും കൂടെ തേച്ച് കൊടുക്കാം അല്ലേ? നീ ഇതെങ്ങനെ എടുത്ത് കഴിക്കും? സ്പൂൺ വെച്ചോ, ആ അല്ലേ കൈ വെച്ചോ. അങ്ങനൊന്നും ഇല്ല. കഞ്ഞിയും പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ആ അതെ അതെ. ഞാനിതിങ്ങനെ അതിന് അങ്ങനെ എടുത്തിട്ട് കഴിച്ചേ. കടിക്കുന്നത് അല്ലാതെ പിന്നെ മുറിച്ച് തിന്നാൻ പറ്റൂല. എല്ലാ സാധനവും കിട്ടണമെങ്കിൽ ഇങ്ങനെ തിന്നാം. ഇത് നമ്മള് ചുരുട്ടിയല്ലായിരുന്നു തിന്നുന്നേ. ഇപ്പൊ ചുരുട്ടിയില്ലല്ലോ. അതെ, ചുരുട്ടി വെക്കണമെങ്കിലേ ബട്ടർ പേപ്പർ വേണം. അത് മറന്നുപോയി അതിന്റെ കാര്യം. അത്രേ ഉള്ളു കാര്യം. കട്ട് ചെയ്ത് തരണോ ഇനി? നീ ഇത് കണ്ടോ? നമുക്ക് ഷവർമയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്? ചക്കപ്പുഴുക്ക് അവിടെ ഇരിക്കുമ്പോഴാ എന്നാലും ഇല്ല, പിള്ളേരുടെ റെസിപ്പി പിള്ളേർക്കാണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചിക്കനൊക്കെ വെച്ചത്. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ചിക്കനും. അതേപോലെ ഞങ്ങക്ക് ചക്കയൊക്കെ എന്നിട്ട് എന്നും പറിച്ചോണ്ട് വന്നുണ്ടാക്കും. അപ്പോഴേ ഇന്നലെ ചക്കപ്പുഴുക്ക്, ഇന്ന് ഷവർമ, ഇങ്ങനെ ഇടവിട്ടൊക്കെ പോവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ എന്നും ചക്കപ്പുഴുക്ക് തന്നെ. ചക്കപ്പുഴു അല്ല ചക്കപ്പുഴുക്ക്, ചക്കക്കുരു തോരൻ, ചക്കക്കുരു കറി, എല്ലാം ചക്ക. ഇതിലെല്ലാം ഗുണമുള്ള സാധനം അതാ. ആ അപ്പൊ ഇന്നത്തെ ഷവർമയൊക്കെ അടിപൊളിയായിരുന്നല്ലേ? അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.